രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അഷ്ടപതി 22ാമത്തെ അധ്യായമാണ്. 2ഉം 3ഉം ശ്ലോകമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ളതൊക്കെ പ്ലേലിസ്റ്റിനകത്തുണ്ട്, നിങ്ങൾക്ക് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയും ക്ലാദിനി ശക്തിയുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതേ കണക്ക് തന്നെ എല്ലാ വ്യാഴാഴ്ചയുമാണ് അഷ്ടപതിയുടെ ക്ലാസ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിലർ കൊല്ലത്ത് വന്ന് എൻ്റെ അടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എൻ്റെത് കൊല്ലമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിവിടെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഞാൻ ജ്യോതിഷപരമായ എന്ത് സംശയങ്ങൾക്കും എൻ്റെ നമ്പറായ 96453339 നിങ്ങളൊരു വാട്സപ്പ് ഇടുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങൾ നിർബന്ധമായും പ്ലേലിസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് നിന്ന് അഷ്ടാവക്ര ഗീത നിങ്ങൾ കേൾക്കണം. അത് വളരെ പ്രധാനമാണ്, അഷ്ടാവക്ര ഗീത. അതേ കണക്ക് പ്ലേലിസ്റ്റിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. അതേ കണക്ക് ഷോർട്ട് വീഡിയോസ് ഉണ്ട്, അത് കാണണം. ഭക്തമീരയുടേതുണ്ട്. അതേ കണക്ക് തന്നെ കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുക. രാധികാ കവചം 2 ഉണ്ട്. 2 രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമമുണ്ട്, അത് വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാ റാണിക്ക് ജയ്.
എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗം വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അഷ്ടപതി 22-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം പാടിത്തരുന്നത് ഗൾഫിലുള്ള സിനിയാണ്. സിനി മുമ്പൊരിക്കൽ എപ്പോഴോ നമുക്കൊരെണ്ണം പാടി തന്നിട്ടുണ്ട്. അപ്പോൾ ഗൾഫിലുള്ള സിനിയാണ്. സിനി എന്നോട് പല തവണ പറയാറുണ്ട് സിനിക്ക് പാടണമെന്ന്. പക്ഷെ ഇങ്ങനെ നേരത്തെ ആൾക്കാർ പാടി ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സിനിക്ക് ഇത്രയും വൈകിയത്. അപ്പം സിനി ഗൾഫിലാണെന്ന് എനിക്ക് തോന്നുന്നു ജോലി ചെയ്യുന്നത്. വളരെ മനോഹരമായി, അതിമനോഹരമായി ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അഷ്ടപതി നമ്മുടെ സിനി പാടിയിരിക്കുകയാണ്. സിനി ഭാഗ്യവതിയാണ്. കാരണം രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹമില്ലാത്ത ആർക്കും അഷ്ടപതി പാടാൻ കഴിയില്ല. അപ്പോൾ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം നമ്മുടെ സിനിക്കുണ്ട്. അപ്പോൾ രാധേ രാധേ ചാനലിന് പ്രിയങ്കരിയായ സിനി ഇതാ അഷ്ടപതി പാടുന്നു, കേട്ടുകൊള്ളൂ. എന്നിട്ട് ഞാൻ പഠിപ്പിക്കാം. ഹാരമമലധര താരമുരസി ദദധംബരിലഭ്യവിദൂരം. ഹാരമമലധര താരമുരസി ദദധംബരിലഭ്യവിദൂരം. സ്ഫുടധര ഭീനക ദമ്പകരം വിദ ഇവ യമുനാ ജലപൂരം. സ്ഫുടധര ഭീനക ദമ്പകരം വിദ ഇവ യമുനാ ജലപൂരം. ഹരിമേഘരസം ചിരമഭിലഷിതവിലാസം. കൃഷ്ണം സാദദർശ ഗുരു ഹർഷവശം വദ ഹൃദയമനംഗവിലാസം. കൃഷ്ണം ഹരിമേഘരസം ചിരമഭിലഷിതവിലാസം. അപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ സിനി ഇത് മനോഹരമായി പാടിത്തന്നല്ലോ. ഇനി നിങ്ങൾ കേട്ടുകൊള്ളൂ. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്, നിശ്ചയമായും നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് വേണ്ടവർ എൻ്റെ 9645333310 ഒരു മെസ്സേജ് അയക്കുകയോ എന്നെ വിളിച്ചു പറയുകയോ ചെയ്താൽ മതി. നോക്കേ, ഹാരം അമലതരം ചേർത്ത് പറയുമ്പോൾ ഹാരം അമലതര താരമുരസി ദദധം പരിലംഭ്യ വിദൂരം സ്ഫുടധര ഫേന കദംബരംബിതമിവ യമുനാ ജലപൂരം. ഹരിമേഘരസം ചിരമഭിലാഷിത വിലാസം. സാ ദദർശ ഗുരുഹർഷവശം വദ ഹൃദയമനംഗ വിലാസം. ഹാരം അർത്ഥം എഴുത് മാല. അമലതരം അർത്ഥം പരിശുദ്ധം. അമലതരം അർത്ഥം പരിശുദ്ധം. ഉരസി മാറിടത്തിൽ. ദദധം ധരിച്ചിരിക്കുന്നു. പരിലംഭ്യ കെട്ടിപ്പിടിക്കുക. വിദൂരം വളരെ അടുത്ത്, അല്ല ദൂരെ എന്നല്ല, വളരെ അടുത്ത്. സ്ഫുടതരം തിളങ്ങുന്ന. ഫേന നുരകൾ. കദംബം കൂട്ടം. രംഭിതം കൂടിച്ചേർന്ന. ജലപൂരം അർത്ഥം ജലപ്രവാഹം. അടുത്തത് ഏകരസം അർത്ഥം അതേ അവസ്ഥ. ഏകരസം അർത്ഥം അതേ അവസ്ഥ. ചിരം കുറേ കാലമായി. അഭിലഷിതം ആഗ്രഹിക്കുന്നു. വിലംബിതം സ്നേഹം. സാ അവൾ. ദദർശം കാണുക. ഗുരു മഹത്തായ. ഹർഷം സന്തോഷം. വശം വദ അർത്ഥം സ്വാധീനിച്ച. അനങ്കൻ
കാമദേവൻ, അനങ്കൻ കാമദേവൻ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യമുനയുടെ മറ്റൊരു പേരാണ് കാളിന്തി. അപ്പോൾ കാളിന്തി നദിയിൽ, അതായത് യമുനയിൽ വ്യക്തമായി കാണാൻ പറ്റുന്ന വെളുത്ത നുരകളുടെ കൂട്ടം പോലെ ശ്രീകൃഷ്ണന്റെ മാറിൽ ഏറെ പരിശുദ്ധമായ മുത്തുകൾ കോർത്ത അല്ലെങ്കിൽ മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ നീളമുള്ള മാല തിളങ്ങുന്നു. അതായത് കാളിന്തിയിലെ ജലം ശ്രീകൃഷ്ണനെ പോലെ കറുപ്പും നുരകൾ വെളുപ്പുമാണ്. അത് മുത്തുമാല പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ കവി ഉദ്ദേശിച്ചതെന്ന് നോക്കാം. കൃഷ്ണനെ നല്ല ഒഴുക്കുള്ള യമുനയുമായി താരതമ്യം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. യമുനയുടെ നിറം കറുപ്പാണ്, അപ്പൊ കൃഷ്ണന്റെ നിറവും കറുപ്പാണ്. അപ്പം യമുനയും കൃഷ്ണനും ഒന്നാണ് നിറത്തിന്റെ കാര്യത്തിൽ. ഇനി യമുനയുടെ പുറത്ത് വെളുത്ത നുരകളുണ്ട്. അപ്പം യമുന കറുത്തതാണ്, കറുത്ത യമുനയുടെ പുറത്താകട്ടെ വെളുത്ത നുരകള്. അപ്പൊ കറുത്ത പ്രതലത്തിൽ വെളുത്ത നുരകള് നന്നായി ശോഭിക്കും. കറുത്ത ഒരാള് വെളുത്ത ഷർട്ടിട്ടാല് അത് നന്നായിട്ട് അയാൾക്ക് ചേരും. ഇതുപോലെ കറുത്ത ശരീരമുള്ള ശ്രീകൃഷ്ണന്റെ ശരീരത്ത് വെളുത്ത നിറത്തിലുള്ള മുത്തുമാല, അത് മുട്ടുവരെ ഇറക്കമുള്ള മുത്തുമാല, അത് കൃഷ്ണന്റെ നെഞ്ചിനോട് ഒട്ടിക്കിടന്ന് ശോഭിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഏതുപോലെയാണ്? കൃഷ്ണന്റെ കഴുത്തിൽ കിടക്കുന്ന മുത്തുമാലകൾ കണ്ടാൽ യമുനാ നദിയില് നുരകളും പതകളും ഇങ്ങനെ യമുനയുടെ പ്രതലത്തിലൂടെ ഒഴുകി നടക്കുകയാണോ എന്ന് തോന്നും. അപ്പൊ നിങ്ങൾക്ക് കാര്യം നല്ലതുപോലെ വ്യക്തമായല്ലേ? യമുനാ നദി കറുപ്പ് നിറം, അതിൻ്റെ പുറത്ത് നുരകൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പൊ കറുത്ത പ്രതലത്തിൽ വെളുത്തത് എന്ത് വന്നാലും ഭംഗി. അതുകൊണ്ടാണ് യമുനയ്ക്ക് ഇത്ര ഭംഗി. അതുപോലെ കറുത്ത നിറമുള്ള കൃഷ്ണന്റെ ദേഹത്ത് വെളുത്ത നിറമുള്ള മുത്തുമാല അങ്ങനെ ശോഭിക്കുന്നു. അപ്പോൾ ആ മുത്തുമാല ശ്രീകൃഷ്ണന്റെ സൗന്ദര്യത്തെ ഇരട്ടിപ്പിക്കുന്നു എന്നർത്ഥം. ഇനി ഇതിന് മറ്റൊരർത്ഥവും കൂടെ. സാക്ഷാൽ രാധാറാണിയെ കണ്ടപ്പോൾ കൃഷ്ണന്റെ സകല സ്വാത്വിക ഭാവങ്ങളും ഇല്ലാതായി മാറുകയും കൃഷ്ണന് ശൃംഗാര രസം വരികയും കാമം അഥവാ ശൃംഗാരം വരുമ്പോൾ ശരീരമൊന്ന് വിയർക്കുകയും വിറയ്ക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ശ്രീകൃഷ്ണന്റെ കറുത്ത ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. വിയർപ്പിന്റെ നിറമാകട്ടെ വെളുത്തതാണ്. അപ്പൊ രാധാറാണിയെ കണ്ടതോടുകൂടി ശൃംഗാര രസം അതിൻ്റെ മൂർധന്യത്തിലെത്തുകയും ശൃംഗാരം കൊണ്ട് കൃഷ്ണന്റെ സാത്വിക ഭാവം പോവുകയും കൃഷ്ണന്റെ ശരീരം വിയർക്കുകയും ചെയ്തു. അങ്ങനെ കറുത്ത ശരീരത്തില് കൃഷ്ണന്റെ വെളുത്ത വിയർപ്പ് തുള്ളികൾ മുത്തുമാല പോലെ ശോഭിക്കുന്നു. ഏതുപോലെ? കറുത്ത യമുനയുടെ പുറത്തെ വെളുത്ത നുരകൾ പോലെ. അപ്പൊ മുത്തുമാല എന്നതിന് ഒന്ന് യഥാർത്ഥ മുത്തുമാല, രണ്ടാമത്തത് കൃഷ്ണന്റെ ദേഹത്ത് പൊടിഞ്ഞ മുത്തുമാലകൾ പോലെ ശോഭിക്കുന്ന വിയർപ്പ് തുള്ളികള്. ഇതാണ് അതിന്റെ അർത്ഥം. ശ്യാമള മൃദുലകളിബരമണ്ഡല പരിഹിത ഗൗരതുകൂലം. ശ്യാമള മൃദുലകളിബരമണ്ഡല പരിഹിത ഗൗരതുകൂലം. നീലനളിനമിവ പീതപരാഗപടലഭര പരിഗതമൂലം. നീലനളിനമിവ പീതപരാഗപടലഭര പരിഗതമൂലം. ഹരിമേഘരസം ചിരമഭിലഷിതവിലാസം കൃഷ്ണം സാദദർശ ഗുരു ഹർഷവശം വദ ഹൃദയമനംഗവിലാസം കൃഷ്ണം ഹരിമേ
വിലാസം ചിരമഭിലഷിത വിലാസം. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കയറാം. അപ്പൊ സിനി അത് പാടിത്തന്നത് കേട്ടല്ലോ നിങ്ങൾ. ശ്യാമള മൃദുല കളേഭരമണ്ഡല പരിഗത ദുഗൂലം നീല നളിനമിവ പീത പരാഗ പടലഭര പരിഗതമൂലം ഹരിമേഘരസം ചിരമഭിലാഷിത വിലാസം സാ ദദർശ ഗുരുഹർഷവശം വദ ഹൃദയമനംഗ വിലാസം. അർത്ഥം എഴുതിക്കോ. ശ്യാമളം കറുത്ത, ശ്യാമളം കറുത്ത, മൃദുല കളേബരം മൃദുവായ ശരീരം, കളേബരം ശരീരം, മണ്ഡലം മുഴുവനായി എല്ലാ ഭാഗങ്ങളിലും എന്നാണ് അർത്ഥം. മുഴുവനായി എല്ലാ ഭാഗങ്ങളിലും, പരിഗത പരിഗത ധരിച്ച, ഗൗര സ്വർണം, ദുരൂകം ദുഗൂലം എന്താണ് മേൽവസ്ത്രം. ദുഗൂലം അർത്ഥം എന്ന് പറയുന്നത് ഏതാകുന്നു? മേൽവസ്ത്രം. നീലനളിനം അർത്ഥം നീലത്താമര. പീതപരാഗം മഞ്ഞപ്പൂമ്പൊടി, മഞ്ഞപ്പൂമ്പൊടി. പടലം കൂട്ടം. ഭരപരിഗത വലയം ചെയ്യുക, വലയം ചെയ്യുക. മൂലം പ്രധാന ഭാഗം, പ്രധാന ഭാഗം. അതായത് നമ്മുടെ പൂവിനൊക്കെ ആണെങ്കിൽ ഞെട്ട് അല്ലെങ്കിൽ തണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? രാധാറാണി മഞ്ഞ നിറത്തിലുള്ള പൂമ്പൊടി ചേർത്തുകൊണ്ട് ശോഭിക്കുന്ന നീലത്താമര പോലെ തിളങ്ങുന്ന കറുപ്പ് നിറമുള്ള മൃദുലമായ ദേഹത്തിൽ മഞ്ഞപ്പട്ട് ചാർത്തി നിൽക്കുന്ന കൃഷ്ണനെ കണ്ടു. കൃഷ്ണനാകട്ടെ ദീർഘകാലമായി രാധയുമൊത്തുള്ള രതിക്രീഡ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശൃംഗാരരസം കൃഷ്ണനിൽ തുടിച്ചു നിൽക്കുകയാണ്. ഈ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാധാറാണി കണ്ട കൃഷ്ണനെ കുറിച്ചാണ്. രാധാറാണി കണ്ട കൃഷ്ണൻ എങ്ങനെയാണ്? കൃഷ്ണൻ മഞ്ഞ പട്ടെടുത്ത് തൻ്റെ ദേഹത്ത് നേരിയതുപോലെ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കണം, ഓർമ്മിക്കുക. സാധാരണഗതിയിൽ മഞ്ഞപ്പട്ട് കൃഷ്ണൻ അരയിലാണ് ഉടുക്കുന്നത്. പക്ഷെ ഇവിടെ ജയദേവ കവി പറഞ്ഞിരിക്കുന്നു കൃഷ്ണൻ മഞ്ഞപ്പട്ട് തൻ്റെ ദേഹത്ത് നേരിയതായി ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം അരയിലെ മഞ്ഞപ്പട്ട് മുകളിൽ വന്നിരിക്കുന്നു. നീല താമരയുടെ നിറമാണ് കൃഷ്ണന്. താമരയുടെ പ്രത്യേകത അതിനകത്ത് മഞ്ഞ പൂമ്പൊടിയുണ്ട്. അപ്പം നീല താമരയിൽ മഞ്ഞ പൂമ്പൊടി നിൽക്കുന്നത് പോലെ നീല താമരയുടെ നിറമുള്ള കൃഷ്ണന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് പൂമ്പൊടിയുടെ മഞ്ഞ പൂമ്പൊടിയുടെ നിറമുള്ള കൃഷ്ണന്റെ മഞ്ഞ വസ്ത്രം ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. കൃഷ്ണൻ അരയിൽ ചുറ്റേണ്ട മഞ്ഞപ്പട്ട് നെഞ്ചത്തിട്ടിരിക്കുന്നു. ഇത് കണ്ടാൽ നീലത്താമര മഞ്ഞ പൂമ്പൊടി ഏന്തി നിൽക്കുന്നത് പോലെ നീല നിറമുള്ള കൃഷ്ണൻ മഞ്ഞ പൂമ്പൊടിയാകുന്ന പട്ട് ധരിച്ചിരിക്കുന്നു. ഇവിടെ മറ്റൊരു സൂചനയുണ്ട്. രാധാറാണിയുടെ കൈകളും ദേഹവും അതായത് സ്വർണ്ണ നിറമാണ്, തനി സ്വർണ്ണ നിറമാണ്. കൃഷ്ണന്റെ നെഞ്ചിനേക്കാൾ അതിമനോഹരമാണ് രാധാറാണിയുടെ സ്വർണ്ണ വർണ്ണമുള്ള കൈകൾ എന്ന് പറയുന്നത്. ആ രാധാറാണി മഞ്ഞപ്പട്ട് പോലെ കൃഷ്ണന്റെ നെഞ്ചിൽ പടർന്ന് കയറും. അതായത് വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ ഏറ്റവും പ്രിയങ്കരമായ വിപരീത രതിക്ക് സമയമായിരിക്കുന്നു എന്നാണ് അർത്ഥം. ആ വിപരീത രതി വരുമ്പോഴാണ് അരയിൽ മഞ്ഞപ്പട്ടുടുത്ത കൃഷ്ണന്റെ മഞ്ഞപ്പട്ട് എവിടെ വരുന്നത്? നെഞ്ചിൽ വരുന്നത്. രാധാറാണി കൃഷ്ണന്റെ നെഞ്ചിലേക്ക് വരുന്നതും അതുകൊണ്ടാണ്. അപ്പൊ ഈ മഞ്ഞപ്പട്ടെന്ന് പറയുന്നത് രാധാറാണിയുടെ സ്വർണ്ണവർണ്ണമാർന്ന കൈകളാണെന്നും പറയാം. അപ്പോൾ ഇതിനകത്ത് വരാനിരിക്കുന്ന അധികം താമസിയാതെ സംഭവിക്കാൻ പോകുന്ന വിപരീത രതിയെയും കൂടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് അതിമനോഹരമായ പുണ്യകരമായ ശ്ലോകമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മറ്റൊന്നല്ല. അങ്ങനെ നീല നിറമുള്ള
കൃഷ്ണന്റെ ദേഹത്ത് മഞ്ഞപ്പട്ട് ചുറ്റിക്കിടക്കുന്നത് പോലെ, നീലത്താമരയിൽ മഞ്ഞ പൂമ്പൊടി നിൽക്കുന്നത് പോലെ, നീലനിറമുള്ള കൃഷ്ണന്റെ ദേഹത്ത് മഞ്ഞപ്പട്ടിന് പകരം സ്വർണ്ണവർണ്ണമുള്ള ഗൗരാംഗി രാധാറാണി മുല്ലവള്ളി പോലെ പടർന്നു കിടന്നുകൊണ്ട് അധികം താമസിയാതെ വിപരീത രതിയിലേക്ക് പ്രവേശിക്കുന്ന പുണ്യകരമായ കാഴ്ചയ്ക്ക് കാത്തിരിക്കൂ പ്രേക്ഷകരെ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.